وَإِذْ قُلْنَا ادْخُلُوا هَٰذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ سُجَّدًا وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികൾക്ക് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാനുള്ള സൗഭാഗ്യം നൽകിയ ഒരു ചരിത്രമാണ് ചെറിയ രൂപത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ സാധിച്ചത്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത, അതായത് സൂറത്തുൽ ബഖറയുടെ 58-ാമത്തെ ആയത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് പഠനവിധേയമാക്കാനുള്ളത്. ഈ ആയത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചുകൊള്ളുവിൻ, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക എന്ന്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്, വദ്ഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട് പടിവാതിൽ കടക്കുക. വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖത്തായാക്കും, നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയുക, നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരുന്നതാണ് എന്ന്. ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് 40 വർഷത്തോളം സിനാ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള പ്രവേശനം അതവർക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണ്. ഇനി ആ ഫലഭൂയിഷ്ടമായ മണ്ണ് അത് ഇസ്രായേൽ സന്തതികൾക്കുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് സുഭിക്ഷമായി തിന്നുകൊള്ളുക എന്ന അനുവാദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ പ്രദേശത്തിന്റെ പടിവാതിൽ കടക്കുമ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്, അങ്ങേയറ്റത്തെ വിനയം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്തിലേക്ക് കടക്കുമ്പോൾ തല താഴ്ത്തി കുനിഞ്ഞുകൊണ്ടായിരിക്കണം ആ പടിവാതിൽ കടക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയാണ്. ഒരിക്കലും അക്രമികളായ ജേതാക്കളെ പോലെ അഹങ്കാരികളായിക്കൊണ്ട് അവിടേക്ക് പ്രവേശിക്കരുത്. അള്ളാഹു അവർക്ക് നൽകിയ കൽപ്പനയുടെ താല്പര്യം ഇതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധമായ മക്കയെ അധീനപ്പെടുത്തി കൊടുത്ത സന്ദർഭം, ആ അവസരത്തിൽ ആ മക്ക വിജയ ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവേശിച്ചത് വളരെ വിനയത്തോടു കൂടിയാണ്, വളരെ ഭക്തിയോടുകൂടിയാണ്. മാത്രമല്ല അവിടെ പ്രവേശിച്ച ഉടനെ കുളിച്ചു വുളൂ എടുത്ത് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി നമസ്കരിച്ചു എന്നാണ് സഹോദരങ്ങളെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് സത്യവിശ്വാസികളുടെ സ്വഭാവം. ഈ രൂപത്തിൽ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി എന്ന അഹങ്കാരം ഒരിക്കലും കാണിക്കാതെ അതിന്റെ പടിവാതിൽ കടക്കുമ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട് കടക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ സുജൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനോടുള്ള നന്ദിയും വിനയവും പ്രകടിപ്പിക്കുന്നവരായി തല താഴ്ത്തി കുനിഞ്ഞുകൊണ്ട്, അഥവാ റുകൂ ചെയ്തുകൊണ്ട് അവിടേക്ക് പ്രവേശിക്കണമെന്നാണ് ആ സുജൂദിന്റെ താല്പര്യമെന്ന് തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട്. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഈ ആയത്തിൽ പറഞ്ഞ വദ്ഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട് ആ പടിവാതിൽ കടക്കുക എന്ന് പറഞ്ഞ ഭാഗം വിശദീകരിക്കുന്നത് കാണാം. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്തിൽ ഈ ഭാഗം ഉദ്ദേശിക്കുന്നത് റുക്കഅൻ മിൻ ബാബിൻ സഗീരിൻ, ഒരു ചെറിയ വാതിലിലൂടെ റുകൂ ചെയ്തുകൊണ്ട്, അതായത് തല താഴ്ത്തി കുനിഞ്ഞുകൊണ്ട് പ്രവേശിച്ചു എന്നാണ്. ഇതാണ് പൂർവികരായ തഫ്സീർ പണ്ഡിതന്മാർ നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട് പടിവാതിൽ കടക്കുക എന്ന അള്ളാഹു ഇസ്രായേൽ സന്തതികളോട് കൽപ്പിച്ച ഭാഗത്തിന് നൽകിയ ആ വ്യാഖ്യാനം. ഇവിടെ അള്ളാഹു പറഞ്ഞ ആ പടിവാതിൽ അത് ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരു വാതിലാണ് എന്ന് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. സ്വഹാബികളിൽ നിന്നും താബിഈകളിൽ നിന്നുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് തഫ്സീർ പണ്ഡിതന്മാർ ഇതെല്ലാം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ പടിവാതിൽ കടക്കുന്ന സമയത്ത് എന്തു പറഞ്ഞു കടക്കണമെന്ന് കൂടി സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളോട് കൽപ്പിക്കുകയാണ്. വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയുക എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതായത് ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അതിന്റെ പടിവാതിൽ കടക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നന്ദിയും വിനയവും പ്രകടിപ്പിക്കുന്നവർ
നന്ദിയുള്ളവരായി തല താഴ്ത്തി കുനിഞ്ഞുകൊണ്ട് ആ പടിവാതിൽ കടക്കുമ്പോൾ നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറയണമെന്നാണ്. ഹിത്തത്തുൻ എന്ന ഈ പദത്തിന്റെ അർത്ഥം ഇറക്കി വെക്കുന്ന എന്നാണ് സഹോദരങ്ങളെ. അതായത് അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഇറക്കി വെച്ചു തരണമേ, അഥവാ പൊറത്തു തരണമേ എന്നാണ് ഈ പദം അവിടെ ആ സന്ദർഭത്തിൽ പറയുന്നതിന്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നു. അങ്ങനെ ആ രൂപത്തിൽ അവിടെ പറഞ്ഞാൽ എന്താണ് ലഭിക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ചാണ് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നഗ്ഫിർ ലക്കും ഖതായാക്കും, നിങ്ങളുടെ പാപങ്ങൾ നാം പൊറത്തു തരുന്നതാണ് എന്ന്. അതായത് ഇസ്രായേൽ സന്തതികൾക്ക് അവർ മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ, അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ അള്ളാഹു അവർക്ക് പൊറത്തു കൊടുക്കാമെന്നാണ് സഹോദരങ്ങളെ ബനു ഇസ്രായേലിയരോട് അള്ളാഹു പറയുന്നത്. അള്ളാഹു അവരോട് പറഞ്ഞ ഈ കൽപ്പന അത് അവർ അനുസരിക്കുകയാണ് എങ്കിൽ അള്ളാഹു അവർക്ക് അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കുകയും അവരുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസനസീദുൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണ് എങ്കിൽ ഇസ്രായേൽ സന്താനങ്ങൾക്ക് അള്ളാഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാനുള്ള ആ ഒരു വിജയം നൽകിയ സന്ദർഭത്തിൽ ബനു ഇസ്രായേലിയർ കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന് കീഴൊതുങ്ങുവാൻ വേണ്ടിയാണ്. എങ്ങനെ കീഴൊതുങ്ങണം? അള്ളാഹു പറഞ്ഞതുപോലെ സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടുള്ള അവരുടെ അമലുകൊണ്ട്, പശ്ചാത്താപത്തിന്റെ വചനം നാവ് കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവരുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ തെറ്റുകുറ്റങ്ങളിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട്, അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് അള്ളാഹുവോട് നന്ദിയുള്ളവനാകാനാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളെ ഉപദേശിക്കുന്നത്. ഏതുപോലെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, അള്ളാഹുവിന്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ സൂറത്തുൻ നസ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ ജനങ്ങൾ അള്ളാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു എന്ന്. സഹോദരങ്ങളെ, ഇസ്രായേലിയർ ഇവിടെ അമാലിക്ക വിഭാഗക്കാരെ പരാജയപ്പെടുത്തി അള്ളാഹുവിന്റെ സഹായത്തോടെ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് അള്ളാഹുവോട് നന്ദിയുള്ളവരും കൂടുതൽ വിനയാനിതരുമാകുവാൻ വേണ്ടിയാണ് ഇസ്രായേൽ സന്തതികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സംക്ഷിപ്ത രൂപമാണ് നിങ്ങൾ ഈ കേട്ടത്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഈ ആയത്തിന്റെ പഠനത്തിൽ ഒരു ചർച്ചയായി നമുക്ക് ഉൾപ്പെടുത്താനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.